എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ ദിനങ്ങളായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. മാറ്റിവെക്കാൻ സാധിക്കാത്ത ചില വ്യക്തിപരമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഈ ദിനങ്ങളിൽ എന്നെ അന്വേഷിച്ച എല്ലാ ആളുകളോടും സ്നേഹം മാത്രം. ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഈ ഒരു റിപ്പോർട്ട് അർഹിക്കുന്ന ബഹുമാനത്തോടെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട്. 2017 സർക്കാർ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്ന സമയത്ത് ഇത്രയധികം വലിയ കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് പല ആളുകളും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ സമയത്ത് 1000ഓളം പേജുകൾ ഉണ്ടാവുകയും ആ ഒരു റിപ്പോർട്ട് വായിച്ച സമയത്ത് ചില ആളുകൾക്ക് അത് പുറത്തേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുകയും ചെയ്തതുകൊണ്ടാണ് വളരെ വൈകിപ്പോയത് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരാനായിട്ട്. ഇതിൽ പരാമർശിച്ചിരിക്കുന്ന വിക്ടിംസിന്റെ ഐഡന്റിറ്റി, അവരുടെ സുരക്ഷ എന്നീ കാര്യങ്ങൾക്ക് ഭീഷണിയാകും എന്ന് പറഞ്ഞാണ് ദീർഘകാലം ഈ ഒരു റിപ്പോർട്ട് സർക്കാർ പുറത്തേക്ക് വിടാതിരുന്നത്. ഒത്തിരിയധികം ആളുകളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് 250ഓളം പേജുകൾ, ഈ 1000ഓളം പേജുകളിൽ നിന്ന് 250ഓളം പേജുകൾ ചുരുക്കി ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അത് കാര്യമായിട്ടുള്ള ഒരു കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് റിപ്പോർട്ടിന്റെ ഉള്ളടക്കമല്ല ഏറെ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നതിന്റെ ഒരു ഊർജം ഉൾക്കൊണ്ട് ആളുകൾ നടത്തുന്ന ചില പ്രതികരണങ്ങളൊക്കെയാണ്. പല ആളുകളും പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. പ്രമുഖ വ്യക്തികളൊക്കെ ഇതിനോട് പ്രതികരിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു റിപ്പോർട്ടിനെ തുടക്കത്തിൽ സ്വാഗതം ചെയ്ത പല ആളുകളും പിന്നീട് ആരോപണ വിധേയരായിട്ട് നിൽക്കുകയും വലിയ കേസുകളിൽ പെടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്ന സമയത്ത് ആരോപണ വിധേയനില്ലാത്ത വലിയ ആദ്യമൊക്കെയാണ് ഇത് കേൾക്കുന്ന ചില ആളുകൾക്ക് ഉള്ളത്. ഈ ആണധികാര കോട്ടകളൊക്കെ തകർത്ത് എറിഞ്ഞു എന്നുള്ള മാധ്യമ വിശേഷണങ്ങളൊക്കെയാണ് ഈ ദിനങ്ങളിൽ WCC പോലുള്ള സംഘടനകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ പരിധി വരെ അത് ശരിയുമാണ്. 2017 മുതൽ അവർ നടത്തിയ ഒരു പ്രവർത്തനത്തെ നമുക്ക് ഒരിക്കലും പറയാതിരിക്കാനായിട്ട് പറ്റില്ല. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ തന്നെ മികച്ച ഒരു ഉദാഹരണമാണ്. പവർ ഗ്രൂപ്പ് എന്നത് ഒരു കൂട്ടം ആളുകൾ ഒരു ദിനം ഒന്നിച്ചിരുന്ന് ആലോചിച്ച് നാളെ മുതൽ നമുക്ക് പവർ ഗ്രൂപ്പ് അയക്കാം എന്ന് വിചാരിച്ച് രൂപീകരിക്കുന്ന ഒരു സംവിധാനമല്ല. അങ്ങനെ ഒരു സംവിധാനത്തെ അല്ല പവർ ഗ്രൂപ്പ് എന്നൊരു വിശേഷണം കൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടോ അസ്വാഭാവികമായിട്ടോ സിനിമയിൽ വളർച്ച നേടിയ ഒരു കൂട്ടം ആളുകളുടെ ഒരു നേതൃത്വത്തെ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു നേതൃസ്ഥാനത്ത് വരുന്ന ആളുകളെ, അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അവർ നേരിടുന്ന ചില രീതികൾ കൊണ്ടാണ് ഈ പവർ ഗ്രൂപ്പ് വിശേഷണമൊക്കെ വരുന്നത്. 2017 ആ ഒരു ക്രൂര സംഭവത്തിന് മുൻപുള്ള ഒരു പരാതിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. AMMA സംഘടനയോട് നടി പറയുന്നു, തനിക്ക് സിനിമയിൽ അവസരങ്ങൾ കുറയുന്നുണ്ട്, അത് ഇന്നയാൾ കാരണമാണ്, ഇന്ന കാരണം കൊണ്ടാണ്. അതിനുശേഷമാണ് ഒരു ആക്രമണം അദ്ദേഹത്തിന് നേരെ ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണം പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമയിലെ പ്രമുഖ വ്യക്തികൾക്കെതിരെ, പ്രമുഖ ശക്തികൾക്കെതിരെ, സിനിമാ മേഖലയിലെ പ്രമുഖരല്ലാത്ത അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ ശബ്ദം ഉയർത്തുന്ന സമയത്ത് അവർക്കെതിരെ ഉണ്ടാവുന്ന ആക്രമണങ്ങൾ, മാറ്റി നിർത്തലുകൾ എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്ന സമയത്താണ് നമുക്ക് ഈ പവർ ഗ്രൂപ്പ് വിശേഷണമൊക്കെ വരുന്നത്. ഈ പവർ ഗ്രൂപ്പ് വിശേഷണം കാര്യമായിട്ട് തന്നെ മുൻനിര നടന്മാർ നിഷേധിക്കുന്നത് നമ്മൾ ഈ ദിനങ്ങളിൽ കണ്ടതാണ്. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് പോലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. എന്ത് അർത്ഥം ഉൾക്കൊണ്ടാണ് അവരതിനെ നിഷേധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. AMMA സംഘടനയിൽ നിന്ന് കൂട്ടരാജിയൊക്കെ ഈ ദിനങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അത് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പല ആളുകളും അവകാശപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു സംഗതിയുണ്ട്. കൈ കഴുകി മാറി നിൽക്കുക എന്നുള്ള ഈസി ആയിട്ടുള്ള ഒരു നടപടി. മോഹൻലാൽ എന്ന നടൻ ഈ ഒരു റിപ്പോർട്ടിനോട്, അതേപോലെ തന്നെ നിലവിൽ നടക്കുന്ന വാർത്തകളോട്, ചർച്ചകളോട് പ്രതികരിച്ച ഒരു രീതി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അദ്ദേഹം ഒരു വലിയ മാധ്യമ ക്രൗഡിനെ സാക്ഷിയാക്കി അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം വൈകി എന്നുള്ള ഒരു ക്ഷമാപണത്തോടെ അദ്ദേഹം പല കാര്യങ്ങൾക്കും മറുപടി പറയുന്നു. എന്നെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യാനുള്ള കാര്യം മാന്യമായിട്ട് ചെയ്തു എന്നുള്ളൊരു തോന്നലാണ് ആ ഒരു വാർത്താ സമ്മേളനം കണ്ട സമയത്ത് ഉണ്ടായത്. മമ്മൂട്ടി എന്ന നടൻ പ്രതികരിച്ച ഒരു രീതിയോട് എനിക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെയാണ് വന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം. അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നുള്ളതാണ് സംഘടനാ രീതി. അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗം എന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തത്. വെറും ഒരു സംഘടനയുടെ ഭാഗമായി മാത്രം
മലയാള സിനിമാ ലോകം അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർ മമ്മൂട്ടി എന്ന നടനെ കണ്ടിരുന്നില്ല ഈ ഒരു കാലഘട്ടം വരെ. ഇത്രയധികം കാത്തിരുന്ന് ഫോർമലായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ പ്രതികരിക്കേണ്ട ഒരു വ്യക്തിയാണ് ശ്രീ മമ്മൂട്ടി എന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നില്ല. മലയാള സിനിമയുടെ മുഖം എന്നുള്ള രീതിയിൽ നമ്മൾ നിർത്തുന്ന രണ്ടാളുകളാണ് ശ്രീ മോഹൻലാൽ ആൻഡ് ശ്രീ മമ്മൂട്ടി. അപ്പോൾ അവർ ഒരു സംഘടനയുടെ ഭാഗമായി മാത്രം ഇത്തരത്തിലുള്ള ഒരു വലിയ ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു റിപ്പോർട്ടിനോട് പ്രതികരിക്കുക എന്ന് പറയുന്നത് എനിക്ക് തീരെ യോജിക്കാൻ തോന്നിയ ഒരു സംഗതിയല്ല. സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ. സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുമുണ്ട്. സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്ക് ഇടയാക്കും. ഈ രംഗത്ത് അനഭിലഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ്. സിനിമാ മേഖലയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഉള്ളത്. ബാക്കിയുള്ള പല മേഖലകളിലുമുണ്ട്. ഉള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വലിയ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് വായിക്കേണ്ടി വരും എന്നുള്ള ന്യായീകരണ സ്വഭാവമുള്ള കമന്റുകൾ സിനിമാ പ്രവർത്തകരിൽ പല ആളുകളുടെയും ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉണ്ടാവുകയുണ്ടായി. ശരിക്കും അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ശരിയാണ്, എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുണ്ട്. എന്നാൽ നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, സിനിമ പോലെയുള്ള ഒരു ഇൻഡസ്ട്രി ശക്തമായിട്ടുള്ള പവർ ഇംബാലൻസ് ഉള്ള, എവിഡന്റ് ആയിട്ടുള്ള പവർ ഇംബാലൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ ഉണ്ടാവുക. അത് ഹോളിവുഡിലാണെങ്കിലും ബോളിവുഡിലാണെങ്കിലും മോളിവുഡിലാണെങ്കിലും ടോളിവുഡിലാണെങ്കിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ കാലങ്ങളായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബോളിവുഡ് സിനിമയിലെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെ കുറിച്ചിട്ട് കങ്കണ, അതേപോലെ തന്നെ രാധിക ആപ്തെ അങ്ങനെയുള്ള ആളുകൾ മുന്നേ തന്നെ സംസാരിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ സ്ത്രീ സാന്നിധ്യം ഇതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാവുന്നത് അവരുടെ ആ ഒരു സംഘടനാ നേതൃത്വമാണ്. WCC പോലുള്ള സംഘടനകൾ വളരെ ശക്തമായിട്ട് തന്നെ മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ചിട്ട് വളരെ നേരത്തെ തന്നെ പ്രതികരിച്ചു തുടങ്ങിയിരുന്നു. 2017 ആ ഒരു സംഭവത്തിന് ശേഷമാണ് കാര്യമായിട്ട് തന്നെ ഈ ഒരു മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളെ കുറിച്ചിട്ട് ആളുകൾ കൂടുതൽ ബോധവാന്മാരായത്. അത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നതാണ്, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മുന്നേറ്റമാണ്. ശരിക്കും ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് ഈ ഒരു പവർ ഇംബാലൻസിനെ ആളുകൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലായി. എന്താണ് ഈ ഒരു പവർ ഇംബാലൻസ്? നമ്മളൊരു സിനിമ മേഖല എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക. പവർ ഗ്രൂപ്പ് ഇല്ലാത്ത പറഞ്ഞ ആളുകളിൽ പ്രമുഖരായിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാൽ, അതേപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നു? അതേപോലെ തന്നെ ഫഹദ് ഫാസിലുണ്ട്, ജയസൂര്യ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നു? അതിൻ്റെ താഴെ പലപ്പോഴും ഈ ഒരു പവർ വെച്ചിട്ട് ഒരു സാധാരണ ജനത്തിൻ്റെ പവർ ടേബിളിൽ പോലും ഇവിടെയുള്ള സ്ത്രീകളായിട്ടുള്ള സിനിമാ കലാകാരികൾ വരത്തുള്ളൂ. ഇതിന് ശേഷമാണ് പുതുമുഖ നടീ നടന്മാരായിട്ടുള്ള ആളുകൾ വരുന്നത്. അതിനുശേഷമാണ് സിനിമയിൽ പലപ്പോഴും പല സൈഡ് റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വരുന്നത്. അതിന് താഴെയാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നത്. ഇത്രയധികം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പവർ ഡിസ്ട്രിബ്യൂഷനാണ് സിനിമാ മേഖലയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ നമ്മൾ താഴെ എന്ന് വിചാരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു മികച്ച പൊസിഷനിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വലിയ ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കടമ്പകളുണ്ട്, മുകളിൽ നിൽക്കുന്ന ആളുകളുണ്ട്, അതിൻ്റെ താഴെ നിൽക്കുന്ന ആളുകളുണ്ട്, ആ ഒരു ആളുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില സംഘങ്ങളുണ്ട്, ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചൂഷണം ഉണ്ടാവും. ഇത്രയധികം പവർ ഇംബാലൻസ് ഉള്ളതുകൊണ്ട് സിനിമാ മേഖലയിൽ മാത്രമല്ല ചൂഷണങ്ങൾ ഉള്ളത് എന്ന് പറയുന്ന ആ ഒരു ന്യായീകരണ സ്വഭാവമുള്ള കമന്റുകൾ പേഴ്സണലി യോജിക്കാൻ പറ്റുന്നതല്ല. ഇനി ഈ ഒരു പോസ്റ്റിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മ സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അപ്പം നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത്. ശ്രീ മമ്മൂട്ടിയുടെ ഈ ഒരു പോസ്റ്റിന്റെ ഈ ഭാഗമൊക്കെ വായിക്കുന്ന സമയത്താണ് ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ വീണ്ടും തോന്നി തുടങ്ങുന്നത്. അദ്ദേഹം അടക്കമുള്ള ആളുകൾ, പ്രമുഖ വ്യക്തികൾ കാലങ്ങളായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ കടുത്ത ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് പല കാലത്തായി പല ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകളിൽ പലരും അതിൽ ബോധവാന്മാരാണ്. ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ അതിൽ ബോധവാന്മാരാണ്. ഈ ഒരു റിപ്പോർട്ട് വരുന്ന സമയത്തും ആദ്യമായിട്ട് എന്തോ കേട്ട പോലെ അതിനോടൊരു പ്രതികരിക്കുന്ന ഒരു രീതിയൊക്കെ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഗതിയല്ല. ഇവിടെയൊക്കെയാണ് കുറച്ചും കൂടെ മോഹൻലാൽ എന്ന നടന്റെ ആ ഒരു പ്രതികരണത്തോട് എനിക്ക് വലിയ ബഹുമാനം തോന്നുന്നു. അദ്ദേഹം ഒരു ക്രൗഡിനെ അഭിസംബോധന ചെയ്യുന്നെങ്കിലും ഉണ്ട്. ഇവിടെ ശ്രീ മമ്മൂട്ടിക്ക് എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത് എന്ന് തോന്നി തുടങ്ങിയതും ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമാണ്. ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതികളിൽ മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുമാണ്. പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ, ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ. സിനിമയിലൊരു ശക്തി കേന്ദ്രവുമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന തരത്തിൽ ചിന്താശേഷി ഇല്ലാത്തൊരു വ്യക്തിയാണ് ശ്രീ മമ്മൂട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
സിനിമയിൽ ഒരു ശക്തി കേന്ദ്രം ഇല്ലാതാവുന്നത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു മേഖലയിൽ ഉണ്ട് എന്നുള്ളതും അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച ആളുകൾ ഉണ്ട് എന്നുള്ളതും എല്ലാ ആളുകൾക്കും സുവ്യക്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. AMMA സംഘടന എടുത്ത നടപടികൾ, AMMA സംഘടനയുടെ ചില രീതികൾ, AMMA സംഘടന ഒരു ക്ലബ്ബാണ്, ആ ഒരു ക്ലബ്ബ് എല്ലാ ആളുകളുടെയും കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ക്ലബ്ബല്ല എന്നുള്ളത് പോലും പൊതുജനത്തിന് ബോധ്യമായത് ഈ കഴിഞ്ഞ കാലങ്ങളിലാണ്. ഒരു പവറുള്ള ആളുകൾക്ക്, മണി പവറുള്ള ആളുകൾക്ക് മാത്രം അംഗത്വം എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകൾക്ക് അംഗത്വം എടുക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് അത് എന്ന് പോലും ഇത്ര കാലം പൊതുജനത്തിന് വലിയ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സംഘടനയിൽ അംഗത്വം എടുക്കണമെങ്കിൽ അനുഭവിക്കേണ്ട ചൂഷണത്തെ കുറിച്ചിട്ടും ഈ ദിനങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കേട്ടതാണ്. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല, അങ്ങനെ ഒന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ തടസ്സമുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ആത്യന്തികമായി സിനിമ നിലനിൽക്കണം. കഴിഞ്ഞ ദിനങ്ങളിൽ കുറേയധികം ആളുകൾ, സിനിമാ പ്രവർത്തകർ തന്നെ വീണ്ടും വന്ന് ന്യായീകരിച്ച ഒരു കാര്യമാണ്, സിനിമാ മേഖലയെ തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാധ്യമ ചർച്ചകളാണ് ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നത്. സിനിമാ മേഖല നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നമ്മൾ ഈ ഒരു ചർച്ചകളിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ്. ഇത്രത്തോളം ചൂഷണമുള്ള, ഇത്രത്തോളം ഇരകളെ സൃഷ്ടിച്ച ഒരു മേഖലയിൽ നിന്ന് അവരുടെയൊക്കെ വാമൂടി കെട്ടിക്കൊണ്ട് തങ്ങളിൽ ചില ആളുകൾ ഉപജീവനം സുഗമമാക്കണമെന്നുള്ള ആവശ്യത്തെയൊക്കെ പൊതുജനം അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊതുജനത്തെ കുറിച്ചിട്ടും കൂടെ ഒരു മെൻഷൻ ഈ വീഡിയോയിൽ വേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആളുകൾക്ക് എല്ലാം ഒരുതരം ആസ്വാദനമാണ്. ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഒരു ആൺ മേൽക്കോയ്മ എല്ലാ മേഖലയിലുണ്ട്. ഈ ആളുകൾക്കെതിരെ ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആദ്യം ഉണ്ടാവുന്നത് ആ ഒരു ആരോപണ വിധേയനേക്കാളിലും കൂടുതൽ അവരുടെയൊക്കെ ചില ആരാധകർക്കാണ്. ഈ കാലമത്രയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന ആ ഒരു കാലമത്രയും ആ ഒരു കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി പ്രയത്നിച്ച ആളുകൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളെയൊക്കെ നമ്മൾ മറന്നു പോവാതെ ഓർക്കേണ്ടതാണ്. എന്തുകൊണ്ട് നിങ്ങൾ അപ്പോൾ പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നു? നിങ്ങൾ ആളാവാൻ വേണ്ടിയല്ലേ പ്രതികരിച്ചത്? നിങ്ങളൊക്കെ ഇത് മറച്ചു വെച്ചത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പരാതിപ്പെടാത്തത് എന്തിനു വേണ്ടിയാണ്? ഇതുപോലുള്ള പതിവ് ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യം നിലവിലത്തെ സാഹചര്യത്തിലില്ല. അത്യാവശ്യം പത്രവായനയുള്ള പൊതുബോധമുള്ള ആളുകൾക്കൊക്കെ ഇതിൻ്റെ ചോദ്യങ്ങൾ ഈസി ആയിട്ട് തന്നെ മനസ്സിലാവും. ഒരു റിപ്പോർട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ട് ആളുകൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അത് ആരോപണ വിധേയനും ആരോപണം ഉന്നയിച്ച ആളും തമ്മിലുള്ള പ്രശ്നമാണ്. സമൂഹത്തിലെ ചില ആളുകൾ അതിനകത്ത് വലിയ ആദി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ആരോപണം ആർക്കെതിരെ ഉണ്ടായാലും ആ ഒരു ആരോപണം തനിക്കെതിരെ കെട്ടിച്ചമച്ചതാണ് എന്നുണ്ടെങ്കിൽ അതിനെതിരെ നിയമപരമായിട്ട് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഈ ഒരു നാട്ടിലുണ്ട്. പിന്നെ ആളുകൾ കളിയാക്കുന്നു, ആരോപണം ഉന്നയിച്ച സമയത്ത് അയാളുടെ ജീവിതം നശിക്കുന്നു എന്ന് പറയുന്ന ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള തുറന്ന പറച്ചിലുകളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കത്തില്ല. എപ്പോൾ വേണമെങ്കിലും പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇപ്പോൾ പറഞ്ഞു, ഇപ്പോഴാണ് പറയാൻ തോന്നിയത്. ആ ഒരു രീതിയിൽ മാത്രം കാര്യങ്ങളെ എടുക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് പറ്റത്തുള്ളൂ. അത്രയധികം പവർ ഇംബാലൻസ് ഉള്ള ഒരു മേഖലയാണ്. തുറന്നു പറഞ്ഞ പല ആളുകൾക്ക് മേൽക്കേണ്ടി വന്ന ശക്തമായിട്ടുള്ള സൈബർ അറ്റാക്കുകളൊക്കെ കണ്ട ആളുകൾ വീണ്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനകത്ത് ഉദ്ദേശശുദ്ധിയൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതേപോലെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ആരോപണങ്ങൾ, അതിൻ്റെ കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ, ആ ഒരു വാർത്തയോട് ആളുകൾ പ്രതികരിക്കുന്ന രീതികൾ, അതൊന്നും ഒട്ടും മാതൃകാപരമൊന്നുമല്ല. അതൊന്നും ഈ ഒരു മേഖലയിൽ ആളുകൾക്ക് ഗുണം നൽകുന്ന സംഗതിയൊന്നുമല്ല. ഒരുതരം ആസ്വാദനമാണ്. പണ്ട് ചില ആളുകൾ മഞ്ഞ സിനിമ മാഗസിനുകളിൽ എഴുതിയിരുന്ന കഥകൾ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നു എന്നുള്ളൊരു രീതിയോടെയാണ് പല ആളുകളും ഇതിനെ നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള വൈകൃതങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ ആ ഒരു തൊഴിലിടത്തിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു സംഗതിയാണ്. ഒരു ചെറിയ പേടിയെങ്കിലും ചൂഷകർക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് ഞാൻ നോക്കിക്കാണുന്നുണ്ട്. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.